ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റഫഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ കോഴി നിറച്ചതെന്ന് പറയും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മലബാർ ഡിഷാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന റെസിപ്പീസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റഫഡ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടി ചിക്കൻ എടുക്കുമ്പോൾ ഒരു 2 കിലോയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന ചിക്കൻ വേണം എടുക്കാനായിട്ട്. ഒരു 1.5 കിലോ ആ റേഞ്ചിൽ വരുന്ന ചിക്കൻ വേണം വാങ്ങാനായിട്ട്. ഇതേപോലെ ഫുള്ളായിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതിൽ മൊത്തം നമുക്ക് ഒരു നൈഫ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ 2 കാലിൻ്റെ അവിടെയും ഈ ഒരു ഭാഗത്തും തിരിച്ച് വെച്ചിട്ട് പിറകുവശത്തൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടി ഇതേപോലെ ഒരു 3 ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാളയുടെ ഒരു ചെറിയൊരു ഭാഗം അത്രയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് പുതിനയിലയാണ്, അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഗരം മസാല വേണം, അത് ഒരു 3/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് അരച്ചിട്ടെടുക്കണം, നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ചിക്കനിലേക്ക് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്തിനകത്തോട്ടൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം, എന്നാലേ ചിക്കൻ്റെ ഉൾവശത്ത് നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം അതിനകത്തേക്ക് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതുപോലെ ചിക്കൻ ഈ ഉൾഭാഗം ഉണ്ട് കേട്ടോ, ഒരു പൊള്ളയായിട്ടിരിക്കുന്ന ഭാഗമാണ്, ആ ഒരു ഭാഗത്ത് നന്നായിട്ട് അരപ്പ് പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്കത് മാരിനേഷന് വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അത് കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മണിക്കൂർ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 3 പച്ചമുളകും ഇട്ട് കൊടുക്കാം, നീളത്തിലരിഞ്ഞത്. ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കണം. പിന്നെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടി 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാനുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ലാസ്റ്റിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തിട്ട് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കാം. ഇനി ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് വേണം നമുക്ക് ഈ മസാല വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം കുറച്ച് മസാല വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതാ 2 മുട്ട ഇതേപോലെ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. 2 മുട്ട എടുക്കുന്നുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ചിക്കനുള്ള അത്രേ കൊള്ളത്തുള്ളൂ. പിന്നെ നമുക്ക് ബാക്കിയുള്ള മസാല മൊത്തത്തിൽ ഇതിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അപ്പോഴത്തേക്ക് അതിൻ്റെ ഉൾഭാഗം നിറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു സവാളയുടെ ആവശ്യമുള്ളൂ. ഇനി ഒരു ടൂത്ത് പിക്കോ ഒരു സ്ക്യൂറോ വെച്ചിട്ട് നമുക്കിന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. 2 ഭാഗവും കൂടി ഇതേപോലെ ഒന്ന് കുത്തിയിട്ട് കൊടുക്കാം. പിന്നെ കാലിൻ്റെ ഭാഗത്ത് ഞാൻ ഒരു നൂല് വെച്ച് കെട്ടിയിട്ടുണ്ട്, 2 കാലും കൂടി പിടിച്ചിട്ട്. പിന്നെ ടൂത്ത് പിക്കും വെച്ചിട്ട് ഇതേപോലെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുക്കുക. ഈ ഒരു കുക്കറിലേക്ക് ഇതുപോലെ ഒരു ചെറിയൊരു കപ്പ് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മുടെ ചിക്കൻ, ഇവിടെ മസാലയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. ഈ കുക്കറിലിരുന്നാണ് ആക്ച്വലി ചിക്കൻ നന്നായിട്ട് കുക്കാവേണ്ടത്. അപ്പോൾ ഒരു 3 വിസിലെങ്കിലും കേൾപ്പിക്കുക കേട്ടോ. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വരണം. കാരണം ഇത് കുക്കായ ശേഷം നമ്മൾ ഇതിൻ്റെ പുറം വശം മാത്രമാണ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പം ഉൾവശം അധികം ഫ്രൈ ആവത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു 3 വിസിലെങ്കിലും കേൾപ്പിക്കുക.
ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ കാഷ്യൂസ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഗോൾഡ് കളറാകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ തണ്ടോട് കൂടി തന്നെയാണ് ഫ്രൈ ചെയ്തിട്ട് അങ്ങ് മാറ്റി വയ്ക്കുന്നത്. കറിവേപ്പിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതേപോലെ എണ്ണയിട്ടിട്ടൊന്ന് ഗോൾഡ് കളറാകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ബിസ്ത എന്ന് പറയും. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അധികം ബ്രൗൺ കളറാകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഗോൾഡ് കളറാകുമ്പോൾ തന്നെ അങ്ങ് കോരി മാറ്റാം. ആ ഒരു സമയത്ത് 3 വിസിലൊക്കെ കേട്ട ശേഷം കുക്കറിൽ എയറൊക്കെ മൊത്തം പോയിട്ടുണ്ട്. ഇനി ഒരു കുക്കർ തുറന്നിട്ട് നോക്കാം. ഈ തുറന്നു നോക്കുന്ന സമയത്ത് ചിക്കൻ കറക്റ്റ് കുക്കായി കാണും. അതുപോലെ കുറച്ച് വെള്ളം അതിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ അങ്ങ് പുറത്തെടുക്കണം. അപ്പോൾ അതിനുമ്പോൾ ഈ സവാള കൂടെ ഒന്ന് വറുത്ത് കോരിയിട്ട് മാറ്റി വയ്ക്കാം. ലാസ്റ്റ് ഒരു 3 പച്ചമുളക് നീളത്തിൽ തന്നെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് 4 വശം നന്നായിട്ട് ഫ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് വേണം ഫ്രൈ ആവാനായിട്ട്. ഒരു സൈഡ് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 വശങ്ങളൊന്നും ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇതേപോലെ ചരിച്ച് വെക്കുക കേട്ടോ. ചരിച്ച് വെച്ച ശേഷം 2 സൈഡും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത ശേഷം നമുക്കിതങ്ങ് മാറ്റി കൊടുക്കാം. ഇനി അതേ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ഇനി അതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതും ഇട്ട് നന്നായിട്ടൊന്ന് കുക്കായി വരണം. തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊരിച്ച സവാള ഉണ്ടല്ലോ, അല്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. 2 ടേബിൾ സ്പൂൺ അളവിലേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ചെറുതിയിട്ടിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കട്ടെ. നമ്മുടെ ഈ ഒരു അരപ്പിനും അല്പം ഉപ്പ് വേണം. അപ്പോൾ നുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ആ ഒരു ചിക്കൻ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമ്മൾ മുളക് പൊടിയും അതുപോലെ എണ്ണയും തക്കാളിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതില്ലേ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ സവാള വറുത്ത് കോരിത്ത് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കാഷ്യൂസും കൂടെ എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഡെക്കറേഷന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടാണ് സ്റ്റഫഡ് ചിക്കൻ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റഫഡ് ചിക്കൻ അല്ലെങ്കിൽ കോഴി നിറച്ചത് റെഡി ആയിട്ടുണ്ട്. കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റഫഡ് ചിക്കനാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സിമ്പിളാണ്, ഞാൻ പറഞ്ഞില്ല, കുറച്ച് സ്റ്റെപ്സ് അധികം ഉണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.